Okay, you just do one thing. You just take U-turn and you come back here. Okay, bro. കുറേ നാളെ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഡെയിലി വ്ളോഗ് എടുക്കണം എന്നുള്ള രീതിയിൽ ഫുൾ ലെങ്ത് വീഡിയോ. അപ്പം നമുക്ക് അതിനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നത് ഫുൾ ലെങ്ത് വീഡിയോസും. ആക്ച്വലി നമ്മൾ UAE ബേസ്ഡ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പം UAEയിലുള്ള ആൾക്കാർ മസ്റ്റായിട്ട് നമ്മളെ പേജ് എന്തായാലും ഒന്ന് സബ് അടിച്ച് നോക്കണം. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാർസ്, യൂസ്ഡ് കാർസ്, പ്രീ ഓൺ കാർസിന്റെ സെയിലാണ്. അപ്പോൾ ആ ഒരു ബേസിലായിരിക്കും കൂടുതൽ നമ്മളെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പോൾ UAEയിൽ നമുക്ക് വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളൊരു മെർസിഡീസ് E300 നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അതിന് മുന്നേ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. നമുക്ക് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, I know this car. Why you're filming me? This car is for sale. 40,000. Only? Kalas again. അപ്പോൾ വണ്ടി നമ്മളെ ബാക്കിലുണ്ട്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സാധനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് നമ്മൾ പർച്ചേസ് ചെയ്യും. ഒരു ലോക്കലിൻ്റെ ക്യാമറ ഉള്ള വണ്ടി. അപ്പോൾ ആളുടെ നമ്മൾ വേറൊരു വണ്ടി കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ സെയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളാണ് വിളിച്ചത്. പറഞ്ഞു ഓക്കെ, വണ്ടി ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ ബാക്കിലുണ്ട്. നമ്മൾ നേരെ പോകുന്ന ഗ്യാരേജിലോട്ടാണ്. ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ സാധനം നമ്മൾ പൂശും. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന കാർ. സാധനം അതിനുണ്ട്. Yeah, boom, look on. വണ്ടി നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് A to Z സാധനം ക്ലിയർ ആണ്. E-ക്ലാസ് ആണ് E300 ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഫുൾ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു വണ്ടി. 2 keys അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാർഗൈനിങ്ങിലാണ്. കിട്ടി ഒരു റേഞ്ചിലാണ്. ഇപ്പോൾ ഏകദേശം ബാർഗൈനിങ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 5,000 ഗ്യാപ്പിൽ നമ്മൾ നിൽക്കുന്നുള്ളത്. നമ്മളെ പ്രൈസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. വണ്ടി ഫുൾ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. അതാ ഓക്കെ. സാധനം നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് വണ്ടി A to Z ക്ലിയർ ആണ്. അപ്പം ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു പ്രൈസ് ബാർഗൈനിങ്ങിൽ. പിന്നെ നമ്മളെ ചെറിയൊരു കഴിവുകൾ കൊണ്ട് ഉദ്ദേശിച്ച പ്രൈസ് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് പ്ലേറ്റ് വരുന്നത് ദുബായ് ബേസ്ഡാണ്. നമ്പർ പ്ലേറ്റ് വരുന്നത് നമ്മൾ അബുദാബിയിലാണ് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ നമ്പർ പ്ലേറ്റ് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് അബുദാബിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഫസ്റ്റ് നമുക്ക് വണ്ടി അബുദാബിയിൽ പാസ് ചെയ്യണം. ഓക്കെ, അബുദാബിയിൽ പാസ് ചെയ്തതിന് ശേഷം ക്യാൻസൽ പേപ്പർ എടുത്തിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ട് ദുബായ് പോയി ദുബായിൽ നമ്പർ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് പിന്നെ എന്ത് വേണം, അബുദാബിയിൽ ഇൻഷുറൻസ് എടുത്ത് അബുദാബി നമ്പർ ഇട്ടിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി വണ്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നതാണ്. വണ്ടി ഓക്കെയാണ്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും അഡ്വാൻസ് കാര്യങ്ങളെല്ലാം കൊടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ വണ്ടി കസ്റ്റമർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബി കൊണ്ടുപോയിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസിംഗ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് പാസിംഗ് ഉണ്ട്. ആ പാസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ അബുദാബിയിൽ നിന്ന് ദുബായിലോട്ടും പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ബയ്യറെ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡിയും ആളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മളെന്തായാലും വണ്ടി നമ്മൾ എടുക്കും. അബുദാബി ഓൺലി. എടാ അവിടെ പോയിട്ട് അവിടെ മണിക്കൂറുകളോടെ നിൽക്കേണ്ടി വരും. സോറി.
നമ്പർ ഒന്നും നോക്കിയില്ല, ഫാൻസി നമ്പർ അപ്പൊ നമ്മള് സംഭവം നമ്പർ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി അബുദാബിയിൽ രജിസ്ട്രേഷൻ ചെയ്ത് നമ്പർ പ്ലേറ്റ് കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, ജസ്റ്റ് നമ്പർ പ്ലേറ്റ് ഫിക്സ് ആക്കുക, സാരിട്ടൊക്കെ പൊളിക്കുക. നമുക്ക് ഫിക്സ് ചെയ്യണമെന്ന് കറക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്ന നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്ന ടീമുണ്ട്, നമുക്ക് അവരെ കൊണ്ട് സാധനം ഫിക്സ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇതിന്റെ ഗിയർ കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ക്യാമറ ഓ പെട്രോൾ ഉണ്ടോ ലാഭമാണല്ലോ. അതെനിക്ക് വിറ്റ് ചെയ്യാതെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് സാധനം പൊളിച്ചാൽ മതി. ഫുള്ളൊന്ന് വാഷ് പോളിഷിങ് എല്ലാം ചെയ്ത് നമ്മളെ ഫുൾ പരിപാടിയും കഴിഞ്ഞു. വണ്ടി നമ്മളെ പേരിലെ നമ്പർ ഇട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി ഒന്ന് വണ്ടി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വാഷിങ് പോളിഷിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യണം. അല്ലേ? വേറെ സീനൊന്നുമില്ല. എന്നിട്ട് എടുത്ത് നേരെ കൊണ്ടുപോയി പൊളിച്ചെടുക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബെൻസിനെ നമ്മൾ നിർത്തി എന്നുള്ളത്. ഇന്ന് വൈകുന്നേരം ഇതിലും ഹെവി ഒരു സാധനം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഒരുമിച്ച് നമുക്ക് പൊളിക്കാം.